കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 സ്വദേശ് മെഗാ ക്വിസിൻ്റെ ജില്ലാതല ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നാളെയാണ് ക്വിസ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സംഭവം 1857 വിപ്ലവം. 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരണ്ട തോക്കിൻ തിരകൾ കാരണം. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. 1857 വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ. 1857 വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം എന്തായിരുന്നു? താമരയും ചപ്പാത്തിയും. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് ശിപായി ലഹള. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്നാണ്? 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ അംഗമായിരുന്നത് ഏത് പട്ടാള യൂണിറ്റിലാണ്? 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. അസംഗഡ് വിളംബരം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 വിപ്ലവം. 1857 വിപ്ലവത്തിൽ പങ്കെടുക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരം അസംഗഡ് വിളംബരം. 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹി. വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ. ബഹദൂർ ഷാ രണ്ടാമനൊപ്പം ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ജനറൽ ബക്ത്ഖാൻ. ഡൽഹിയിൽ വിപ്ലവം അതിക്രൂരമായി അടിച്ചമർത്തിയതാര്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന പേരിന് അർഹനായത് ആരാണ്? ജോൺ നിക്കോൾസൺ. എവിടേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാടുകടത്തിയത്? റെങ്കൂണിലേക്ക്. ഏത് ഗവർണർ ജനറലാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം പ്രയോഗിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. ദത്തവകാശ നിരോധന നിയമം പ്രയോഗിച്ച് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത വർഷം 1853. ഡൽഹൌസി നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചതാരാണ്? കാനിങ് പ്രഭു. ഝാൻസി റാണി വീരമൃത്യു വരിച്ച സ്ഥലം ഗ്വാളിയാർ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ച വ്യക്തിയാര്? മഹാശ്വേതാ ദേവി. ആരായിരുന്നു പേഷ്വ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ?
നാനാ സാഹിബ്. കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും ബിബീകർ കൂട്ടക്കൊലയ്ക്കും നേതൃത്വം കൊടുത്തതാരാണ്? നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാരാണ്? നാനാ സാഹിബ്. ആരുടെ യഥാർത്ഥ നാമമായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ്? താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക മേധാവിയുടെ പേര്? താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിന്റെ അംബാസഡർ എന്ന ഖ്യാതി ആർക്കുള്ളതാണ്? അസീമുള്ള ഖാൻ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി? കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? എസ് ബി ചൗധരി. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ജവഹർലാൽ നെഹ്റു. 1857 വിപ്ലവത്തെ അടിസ്ഥാനമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ അമൃതം തേടി. 1857 വിപ്ലവത്തെ കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണമായ മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? പാൽമേഴ്സ്റ്റൺ പ്രഭു. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ സമ്പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം? 1857 വിപ്ലവം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ നിയമം? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്ന് പരിഗണിക്കപ്പെടുന്നത് ആര്? ഖുദീറാം ബോസ്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്ന് പരിഗണിക്കപ്പെടുന്നത് ആരെ? പ്രീതിലത വഡേദാർ. ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമായ കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വനിത? കിട്ടൂർ ചെന്നമ്മ. പുതിയ വീഡിയോകൾക്കായി കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.